Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. ma'am. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ എടുത്തു നിർത്തിയത്? Factors affecting prevalence. ആ ബോക്സ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇൻസിഡൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളെ നെക്സ്റ്റ് ഇൻസിഡൻസ് ആണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രിവാലൻസ്. ക്ലിയർ അല്ലേ ആ ഒരു ബോക്സ്? ഓക്കെ, ദെൻ ഇൻസിഡൻസ് ആണ് കേട്ടോ. ഇൻസിഡൻസ് നോക്കി, ഇൻസിഡൻസ് ഇതിൽ നമ്മുടെ ലാസ്റ്റത്തെ ഒരു എന്താണ് ഫാക്ടർ ആണ്. ഈ ഒരു ഇൻസിഡൻസും കൂടി കഴിഞ്ഞാൽ പിന്നെ ഒരു ഭാഗം കൂടി ഉള്ളൂ, ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയൊരു ഭാഗം കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആകും കേട്ടോ. അപ്പൊ അതിന് മുൻപ് മിസ് പറയാം, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഈ ഒരു ചാപ്റ്ററിന്റെ അവസാനത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാം, റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞില്ലായിരുന്നോ? ഓക്കെ, അപ്പൊ ഏത് ചാപ്റ്റർ ആണ് നമുക്ക് റിവിഷൻ മൺഡേക്ക് നോക്കാം? ഒരെണ്ണം മൺഡേ ക്ലാസ് ഉണ്ടല്ലോ. ഫസ്റ്റ് നമ്മൾ ആ ഒരു ക്ലാസ് തുടങ്ങുന്നതിന് ഒരു 10-15 മിനിറ്റ് മുൻപ് പുതിയ ചാപ്റ്റർ, ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും നമ്മള്. അതല്ലാതെ സേഫ്റ്റി സെക്യൂരിറ്റി വേണോ, ലോണ്ടറി ആൻഡ് ലിനൻ വേണോ? ലോണ്ടറി പോരെ ഫസ്റ്റ്? കാരണം നമ്മൾ ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ മിസ് പഠിപ്പിച്ചതാണ്. ഇതിന് ഓൾറെഡി ക്വസ്റ്റ്യൻസ് തന്നിട്ടില്ലേ? എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുണ്ടായില്ലേ? തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് മൺഡേ ലോണ്ടറി ആൻഡ് ലിനൻ ചെയ്യാം കേട്ടാ. ലോണ്ടറി ആൻഡ് ലിനൻ. അപ്പൊ നമുക്ക് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്, നമ്മുടെ 3rd and 4th മോഡ്യൂളിൽ വരുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. നിങ്ങൾ ഓൾറെഡി മറന്നു പോയിട്ടുണ്ടാവും അത് പഠിച്ചത് അല്ലെ. അപ്പൊ അതൊന്നും കൂടി നമുക്കൊന്ന് റിവൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ തിങ്കളാഴ്ച മൺഡേ നമുക്കത് തുടങ്ങിയിട്ടായിരിക്കും നമ്മൾ ആ ഒരു എക്സാം പോലെ നമ്മൾ ചെയ്യും. ഒരു 10-15 ക്വസ്റ്റ്യൻസ് കേട്ടാ. നിങ്ങൾക്ക് ഓൾറെഡി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, മോക്ക് ടെസ്റ്റിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ചാപ്റ്ററും അതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് വേണം കേട്ടാ പൂർണ്ണമായിട്ടും. അതെന്താണ്, നല്ല എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണോ പ്രിപ്പയർ ആവുന്നത് അതുപോലെ ആ ചാപ്റ്റർ പ്രിപ്പയർ ആയിട്ട് വരണം. അത് കുറച്ച് ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ, ആ ക്വസ്റ്റ്യൻസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്താണ് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് കേട്ടോ. ഓക്കെ, നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പോകും. ഓക്കെ, നോക്കിയേ ഇപ്പൊ ഇൻസിഡൻസ്. ഇൻസിഡൻസ് ഈസ് ദ നമ്പർ ഓഫ് lately diagnosed cases of a disease. എന്താണ് ഒരു ഇൻസിഡൻസ് എന്ന് പറഞ്ഞാല്? lately diagnosed, അതായത് ഈയിടെയായി രോഗനിർണയം നടത്തിയ കേസുകളുടെ എണ്ണമാണ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഇൻസിഡൻസ് ഈസ് ദ നമ്പർ ഓഫ് lately diagnosed cases of a disease. ഈയിടെയായി രോഗനിർണയം നടത്തിയ കേസുകളുടെ എണ്ണം. Then an incident rate is the number of recent cases of a disease divided by the number of person at risk for the disease. അപ്പൊ നമ്മുടെ ആ ഒരു ഫോർമുല തന്നെയാണ് ശരിക്കും കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് അത് തന്നെയാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. And incidence rate is the number of recent cases of a disease. ഒരു റീസെന്റ് കേസ് അല്ലെങ്കിൽ സമീപകാലത്തുള്ള അല്ലെങ്കിൽ ഈ ഇടയായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്ത എന്താണ് കേസുകളുടെ എണ്ണം divided by the number of persons at risk for the disease. എന്താ ആ രോഗം അല്ലെങ്കിൽ ആ ഒരു രോഗ സാധ്യതയുള്ള, അതായത് രോഗം വരാൻ സാധ്യതയുള്ള ആളുകളുടെ എണ്ണം. അതെന്താണ് ഇവിടെ പറയുന്നത്? ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് ദ നമ്പർ ഓഫ് lately diagnosed cases of a disease. ഈ ഇടയായി രോഗനിർണയം നടത്തിയ കേസുകളുടെ എണ്ണമാണ് എന്തെന്ന് പറയുന്നത്? ഇൻസിഡൻസ് അല്ലെങ്കിൽ ഒരു സംഭവം എന്ന് പറയുന്നത്. ആ ഇൻസിഡന്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ദ നമ്പർ ഓഫ് റീസെന്റ് കേസസ് ഓഫ് ഡിസീസ്. ഒരു രോഗം, ആ ഒരു രോഗത്തിന്റെ അതായത് സമീപകാലത്ത് അല്ലെങ്കിൽ ഈ ഇടയായി ഡയഗ്നോസ് ചെയ്ത രോഗനിർണയം നടത്തിയ പുതിയ കേസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് പേഴ്സൺ അറ്റ് റിസ്ക് ഫോർ ദ ഡിസീസ്. ആ ഒരു രോഗം വരാൻ സാധ്യതയുള്ളവരുടെ എണ്ണം. Then incidence is an important rate. It is the proportion of people who develop disease in the course of a specific time period. എന്താണ് ഒരു ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തിന്റെ പ്രൊപ്പോർഷൻ ആണ് കാണുന്നത്? Is the
proportion of people who develop disease in the course of a specific time period. ഒരു നിശ്ചിത കാലയളവില് എന്തായാലും ഒരു നിശ്ചിത ടൈം പീരിയഡില് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഡിസീസുകൾ ആർക്കൊക്കെയാണ്, ഏതൊക്കെ രോഗങ്ങളാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്, ആ രോഗം ഡെവലപ്പ് ചെയ്യുന്ന ആളുകളുടെ അനുപാതം അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ ആണ് ഇൻസിഡന്റ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻസിഡന്റ് റേറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റേറ്റ് ആണ്. ഇറ്റ് ഇസ് ദ പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ ഹു ഡെവലപ്പ് ഡിസീസ് ഇൻ ദ കോഴ്സ് ഓഫ് എ സ്പെസിഫിക് ടൈം പീരീഡ്. ഒരു പ്രത്യേക ടൈം പീരീഡില് അവിടെ രോഗം ഡെവലപ്പ് ചെയ്യുന്ന ആളുകളുടെ അനുപാതമാണ് ഇൻസിഡന്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇൻസിഡൻസ് എന്താ പറഞ്ഞേ? ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഈയിടെയായി രോഗനിർണയം നടത്തിയ കേസുകളുടെ എണ്ണം, അതാണ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ദ നമ്പർ ഓഫ് റീസെന്റ് കേസസ് ഓഫ് ഡിസീസസ്, ഈയിടെയായാലും സമീപകാലത്ത് എന്താണ് ഡയഗ്നോസ് ചെയ്ത് എന്താണ് രോഗനിർണയം നടത്തിയിട്ടുള്ള പുതിയ പുതിയ കേസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ the number of person at risk for the disease. ആ ഒരു രോഗം വരാനായിട്ട് സാധ്യതയുള്ളവരുടെ എണ്ണം. Then incidence is an important rate. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റേറ്റ് ആണ്. ഇതെന്താണ് പറയുന്നത്? It is the proportion of people who develop disease in the course of a specific time period. ഒരു നിർദ്ദിഷ്ട സമയ പരിധിക്കുള്ളില് രോഗം ഡെവലപ്പ് ചെയ്യുന്ന ആളുകളുടെ അനുപാതമാണ് ഇൻസിഡന്റ് റേറ്റ് എന്ന് പറയുന്നത്. കിട്ടിയോ? ഇൻസിഡന്റ് റേറ്റ് അല്ലെങ്കിൽ ഇൻസിഡൻസ് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ. ഇനി ഫോർമുല നോക്കിയേ. ഇൻസിഡന്റ് റേറ്റിന്റെ ഫോർമുലയാണ് നോക്കിയേ, ദ നമ്പർ ഓഫ് ന്യൂ കേസസ് ഓഫ് ഡിസീസ് ഇൻ എ ഗിവൺ ടൈം പീരീഡ്. ഒരു നിർദ്ദിഷ്ട സമയ പരിധിക്കുള്ളില് എത്ര നമ്പർ ഓഫ് ന്യൂ കേസസ് ആണ് അല്ലെങ്കിൽ പുതിയ രോഗബാധിതരുടെ എണ്ണമാണ് ന്യൂമറേറ്ററിൽ കൊടുക്കേണ്ടത്. ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ പേഴ്സൺ ടൈം അറ്റ് റിസ്ക് ഡ്യൂറിംഗ് ദ ഫോളോ പീരീഡ്. എന്താ? തുടർന്നുള്ള കാലയളവിൽ അപകട സാധ്യതയുള്ള മൊത്തം വ്യക്തികളുടെ എണ്ണമാണ് അവിടെ താഴെ കൊടുക്കേണ്ടത്. നമ്മൾ ഓൾറെഡി അവിടെ കാൽക്കുലേഷനിൽ നിങ്ങൾ പറഞ്ഞില്ലേ, ഷോർട്ട് ആയിട്ട് നമുക്ക് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ദ നമ്പർ ഓഫ് റീസെന്റ് കേസസ് ഓഫ് ഡിസീസസ്, അല്ലെ? അത് തന്നെയാണ് ഇവിടെയും എന്താ ന്യൂമറേറ്ററിൽ വരുന്നത്. എന്താ? ഒരു ഗിവൺ ടൈം പീരീഡില് പുതിയ രോഗബാധിതരുടെ എണ്ണമാണ് ന്യൂമറേറ്ററിൽ വരിക. അപ്പൊ ഡിനോമിനേറ്ററിൽ എന്തായിരിക്കും? ആ തുടർന്നുള്ള അതേ സെയിം പീരീഡിൽ തന്നെയാണ് കേട്ടോ പറയുന്നത്. അതേ സെയിം പീരീഡില് തുടർന്നുള്ള കാലയളവില് എത്ര രോഗബാധിതരാവാനായിട്ട് സാധ്യതയുള്ളവരുടെ എണ്ണമാണ് ഡിനോമിനേറ്ററിൽ കൊടുക്കുന്നത്. പേഴ്സൺ അറ്റ് റിസ്ക്, അപകട സാധ്യത രോഗബാധിത ഉണ്ടാവാൻ സാധ്യതയുള്ളവരുടെ എണ്ണമാണ് ഡിനോമിനേറ്ററിൽ കൊടുക്കേണ്ടത്. അതിന് നമുക്കൊരു എക്സാമ്പിൾ ഏതൊരു എക്സാമ്പിൾ എടുക്കാം? നിങ്ങൾ നോക്കിയേ, ഒരു HIV കേസ് ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. HIV കേസ് ഒരു പോപ്പുലേഷനിൽ, ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനിൽ ഒരു സമയബന്ധിതമായിട്ട് കുറച്ചൊരു ടൈം പീരീഡ് എടുക്കാം. ആ ഒരു ടൈം പീരീഡില് എത്രത്തോളം HIV കേസുകളാണ് പുതിയതായിട്ട് റിപ്പോർട്ട് ചെയ്തത്, അല്ലെങ്കിൽ എത്രത്തോളം ന്യൂ കേസാണ് HIV ബന്ധപ്പെട്ട് എത്രത്തോളം പുതിയ കേസുകളാണ് വന്നത്, അതാണ് ന്യൂമറേറ്ററിൽ കൊടുക്കേണ്ടത്. ഡിനോമിനേറ്ററിൽ വരുമ്പോ എന്താണ്? ഡിനോമിനേറ്ററിൽ വരുമ്പോ എന്താ വരിക? ആ ഒരു HIV വരാൻ സാധ്യതയുള്ളവരുടെ എണ്ണമാണ് ഡിനോമിനേറ്ററിൽ കൊടുക്കേണ്ടത്. കിട്ടിയോ? മനസ്സിലായോ? ആ ഒരു സ്പെസിഫിക് ടൈം പീരീഡില് എത്ര പേർക്ക് ന്യൂ കേസസ് HIV ബന്ധപ്പെട്ട് എത്ര പേർക്ക് ന്യൂ കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ എണ്ണമാണ് ന്യൂമറേറ്റർ. ഡിനോമിനേറ്ററിൽ വരുമ്പോ എന്താ? ആ HIV വരാൻ സാധ്യതയുള്ള ആളുകളുടെ എണ്ണമാണ് ഡിനോമിനേറ്ററിൽ കൊടുക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? നോക്കിയേ, 3 key elements. ഇതുമായി ഈ ഫോർമുലയുമായി ബന്ധപ്പെട്ടുള്ള കീ എലമെന്റ്സ് ആണ് കേട്ടോ പറയുന്നത്. നോക്കിയേ, 3 key elements ആണ് പറയുന്നത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നോക്കിയേ, only new cases included in numerator. ന്യൂമറേറ്ററിൽ എപ്പോഴും എങ്ങനെയാണ്? പുതിയ കേസുകൾ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്, അല്ലെ? മുൻപുണ്ടായിരുന്ന കേസുകളൊന്നും നമ്മൾ എടുക്കുന്നില്ല. ആ ഒരു ടൈം പീരീഡിൽ ഉണ്ടായിട്ടുള്ള പുതിയ കേസുകൾ മാത്രമാണ് നമ്മൾ ന്യൂമറേറ്ററിൽ ഉൾപ്പെടുത്തുന്നത്. രണ്ടാമതായി പറയുന്നത് ടോട്ടൽ പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഇൻ ദ ഡിനോമിനേറ്റർ, അല്ലെ? ഡിനോമിനേറ്ററിൽ എങ്ങനെയാ? ആ ഒരു പോപ്പുലേഷനില് അപകട സാധ്യതയുള്ള പോപ്പുലേഷന്റെ മൊത്തം എണ്ണം, അല്ല എത്ര പേരാണ്, അല്ലെങ്കിൽ ആ ഒരു പോപ്പുലേഷനിൽ എത്ര പേരാണ് ആ രോഗം വരാൻ സാധ്യതയുള്ള ആളുകൾ, അല്ലെങ്കിൽ അപകട സാധ്യതയുള്ള ആ ഒരു പോപ്പുലേഷന്റെ ടോട്ടലാണ് നമ്മൾ ഡിനോമിനേറ്ററിൽ എടുക്കുന്നത്.
പറയുന്നത്. ടൈം എലമെന്റ്, ഇവിടുത്തെ സമയ ഘടകം എന്ന് പറയുന്നത് എന്താ? പീരിയഡ് ഓവർ വിച്ച് റീസെന്റ് കേസസ് ഡിറ്റക്റ്റഡ് എന്നാണ് കേട്ടോ. ഡിഫക്റ്റഡ് എന്നാണ് അവിടെ കിടക്കുന്നത്, ഡിറ്റക്റ്റഡ് ആണ് കേട്ടോ. നോക്കി, റീസെന്റ് കേസസ് അല്ലെങ്കിൽ സമീപകാലത്തുള്ള അല്ലെങ്കിൽ ഈയിടെയായി റിപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ കണ്ടെത്തിയ കേസുകളുടെ കാലഘട്ടം, ആ ഒരു ടൈം പീരീഡ് നമ്മൾ പറയുന്നില്ലേ, അതാണ് അവിടുത്തെ ടൈം എലമെന്റ് എന്ന് പറയുന്നത്. ആ ഒരു ഗിവൺ ടൈം പീരീഡിൽ എത്രത്തോളം റീസെന്റ് കേസുകളാണ്, എത്രത്തോളം പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്, ആ ഒരു കാലഘട്ടമാണ് നമ്മളിവിടെ ടൈം എലമെന്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ 3 കീ എലമെന്റ്സ് ആണ് ഈ ഒരു ഫോർമുലയുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്നാമത്തെ പറഞ്ഞേ, only new cases included in numerator. ന്യൂമറേറ്ററിൽ പുതിയ കേസുകൾ മാത്രമായിരിക്കും ഉൾപ്പെടുത്തുന്നത്. രണ്ടാമതായി പറഞ്ഞത് total population at risk in the denominator. ആ പോപ്പുലേഷനിൽ അപകട സാധ്യതയുള്ള എല്ലാവരെയും നമ്മൾ ഡിനോമിനേറ്ററിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. മൂന്നാമതായിട്ട് ടൈം എലമെന്റ്, സമയഘടകം എന്ന് പറയുന്നത് പീരിയഡ് ഓവർ വിച്ച് റീസെന്റ് കേസസ് ഡിറ്റക്റ്റഡ്, സമീപകാല കേസുകളിൽ അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് വരുന്ന കേസുകൾ ഡിറ്റക്ട് ചെയ്യാനെടുത്ത് അല്ലെങ്കിൽ കണ്ടെത്താനെടുത്ത കാലഘട്ടം, ആ ഒരു ടൈം പീരീഡ് നമ്മൾ പറയുന്നില്ലേ, അതാണ് അവിടുത്തെ ടൈം എലമെന്റ് എന്ന് പറയുന്നത്. കിട്ടിയോ? 3 കീ എലമെന്റ്സ് ക്ലിയർ ആണോ? Okay. Then 2 main types of incidents. ഇൻസിഡൻസിന്റെ 2 ടൈപ്പുകളാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു പേര് മാത്രമേ തന്നിട്ടുള്ളൂ, അത് മാത്രം നിങ്ങൾക്ക് ചോദിക്കുള്ളൂ കേട്ടോ. 2 ടൈപ്പ് ഓഫ് ഇൻസിഡൻസില് 2 ടൈപ്പ് ഏതൊക്കെയാണ്? അതിൽ ഫസ്റ്റ് വൺ ആണ് ക്യുമുലേറ്റീവ് ഇൻസിഡൻസ്. ക്യുമുലേറ്റീവ് ഇൻസിഡൻസ്. സെക്കൻഡ് വൺ ആണ് ഇൻസിഡൻസ് റേറ്റ് അല്ലെങ്കിൽ ഇൻസിഡൻസ് ഡെൻസിറ്റി. എന്തൊക്കെയാണ് രണ്ടെണ്ണം ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് മിസ് പറഞ്ഞുതരാം. ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ രണ്ടിലും നമ്മളൊരു എന്താണ്, ഒരു നിശ്ചിത ടൈം പീരീഡ് പറയും അല്ലെ, ഒരു സമയം, ഒരു നിശ്ചിത കാലയളവില് ഒരു ജനസംഖ്യയിൽ ഒരു പോപ്പുലേഷനെ എടുത്തിട്ട് ആ ഒരു പോപ്പുലേഷനിൽ ഒരു സ്പെസിഫിക് ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ സംഭവം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയാണ് നമ്മുടെ ക്യുമുലേറ്റീവ് ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ഒരു പോപ്പുലേഷനില് ഒരു സ്പെസിഫിക് ടൈം പീരീഡ് ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയാണ് ക്യുമുലേറ്റീവ് ഇൻസിഡന്റ്. എന്നാൽ ഇൻസിഡന്റ് റേറ്റ് അല്ലെങ്കിൽ ഇൻസിഡൻസ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ ഒരു പോപ്പുലേഷനിൽ ഒരു നിർദ്ദിഷ്ട സമയപരിധി പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു പോപ്പുലേഷനിലെ ആ ടൈം പീരീഡിനുള്ളിൽ ഏതെങ്കിലും ഒരു രോഗമാവാം അല്ലെങ്കിൽ ഒരു അവസ്ഥയാവാം, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത് എത്ര വേഗത്തിലാണ്, ഈ എത്ര വേഗത്തിലാണ് അത് സംഭവിക്കുന്നത്, അവിടുത്തെ ആ ഒരു വേഗത അല്ലെങ്കിൽ എത്ര വേഗത്തിലാണ് അത് സംഭവിക്കുന്നത് എന്നതാണ് അവിടുത്തെ റേറ്റ് അല്ലെങ്കിൽ ഇൻസിഡന്റ് റേറ്റ് എന്ന് പറയുന്നത്. രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാല് ക്യുമുലേറ്റീവ് ഇൻസിഡന്റ് എന്ന് പറയുമ്പോൾ ആ പോപ്പുലേഷനിൽ ആ ഗിവൺ പീരീഡ് ഓഫ് ടൈമില് എത്രത്തോളം ഒരു സംഭവം ഉണ്ടാവാനായിട്ട് സാധ്യത എത്രത്തോളമാണ്, അതാണ് അവിടെ ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻസിഡന്റ് റേറ്റ് എന്ന് പറയുമ്പോൾ ആ പോപ്പുലേഷനിൽ ആ നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു രോഗമാവാം അല്ലെങ്കിൽ ഒരു അവസ്ഥയാവാം, അങ്ങനെ ഏതൊരു സംഭവവും എത്ര വേഗത്തിലാണ് അവിടെ സംഭവിക്കുന്നത്, അതാണ് അവിടുത്തെ ഇൻസിഡൻസ് റേറ്റ് എന്ന് പറയുന്നത്. കിട്ടിയോ? രണ്ടും തമ്മില് ആദ്യത്തേത് സാധ്യതയാണ്, രണ്ടാമത്തേത് എത്ര വേഗത്തിൽ സംഭവിക്കുന്നു, അതാണ് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം. 2 ടൈപ്പ് ഓഫ് ഇൻസിഡൻസ് ആണ് ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ക്യുമുലേറ്റീവ് ഇൻസിഡൻസും ഉണ്ട്, ഇൻസിഡന്റ് റേറ്റ് അല്ലെങ്കിൽ ഇൻസിഡൻസ് ഡെൻസിറ്റി സാന്ദ്രതയും ഉണ്ട്. 2 എണ്ണം ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അതൊരു ഇൻസിഡൻസിലുള്ള 2 ടൈപ്പ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് രണ്ടും ഉണ്ട് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നെക്സ്റ്റ് വരുന്നതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻസിഡൻസ്. ഇൻസിഡൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് അഡ്രസ് ദ ക്വസ്റ്റ്യൻ ഹൗ ഫാർ ദ കണ്ടീഷൻ ഇസ്. എന്താ ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ അവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നതിനൊരു ഉത്തരം ഇവിടെ നിന്ന് നൽകാനായിട്ട് സാധിക്കുന്നുണ്ട്. അഡ്രസ് ദ ക്വസ്റ്റ്യൻ ഹൗ ഫാർ ദ കണ്ടീഷൻ ഇസ്. അപ്പൊ അവിടെ ആ ഒരു രോഗം അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ അല്ലെങ്കിൽ കണ്ടീഷൻ എങ്ങനെയാണ്, എത്രത്തോളമാണ്, അവരുടെ അവസ്ഥ എത്രത്തോളമാണ് എന്നതിനൊരു
ഉത്തരം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. രണ്ടാമതായി പറയുന്നത് എ മെഷർ ഓഫ് റിസ്ക് ഓഫ് ഡിസീസ് ബട്ട് ഷുഡ് ബി ഫോർ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡ്. എന്താ ഇവിടെ നമ്മൾ എപ്പോഴും ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നിശ്ചിത കാലയളവിലേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് അല്ലെ. ഒരു സ്പെസിഫിക് ടൈം പീരീഡ് പറയുന്നുണ്ടാവും. ആ ഒരു നിശ്ചിത കാലയളവിലേക്ക് ഉള്ള രോഗത്തിന്റെ അപകട സാധ്യത എത്രത്തോളം ഉണ്ട്, എത്ര പേർക്ക് പുതിയതായിട്ട് ആ രോഗങ്ങൾ വന്നിട്ടുണ്ട് എന്നതിന്റെ മെഷർ അല്ലെങ്കിൽ കണക്കാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. Then മൂന്നാമതായി express the risk of having an outcome for the population at risk not for a single person. ഇനി ഇവിടെ എന്താ, നമ്മൾ എപ്പോഴും ഒരു പോപ്പുലേഷന്റെ കേസ് അല്ല എടുക്കുന്നത്, ഒരിക്കലും ഒരു വ്യക്തി, ഒരു സിംഗിൾ പേഴ്സൺ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കേസ് അല്ല നമ്മൾ ഇവിടെ പരിഗണിക്കുന്നത്. എപ്പോഴും ഒരു പോപ്പുലേഷനില് എത്രത്തോളം അപകട സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ള കണക്കുകൾ അല്ലെങ്കിൽ ഫലങ്ങളാണ് നമ്മൾ ഈ ഒരു ഇൻസിഡന്റ് റേറ്റ് എടുക്കുന്നത് വഴി കിട്ടുന്നത്. Then fourth one ആണ് population must be free of disease at the beginning of the study. ഇനി ഈ ഒരു സ്റ്റഡി അല്ലെങ്കിൽ പഠനം തുടങ്ങുന്നതിന് മുൻപ് ആ പോപ്പുലേഷൻ എങ്ങനെയായിരിക്കണം, ഫ്രീ ഓഫ് ഡിസീസ് ആയിരിക്കണം, മറ്റു രോഗങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടായിരിക്കാം പോപ്പുലേഷൻ മസ്റ്റ് ബി ഫ്രീ ഓഫ് ഡിസീസ് ആയിരിക്കണം എന്ന് പറയുന്നത്? അപ്പൊ നമ്മളൊരു ഇൻസിഡന്റ് റേറ്റ് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ഒരു പോപ്പുലേഷന്റെ ഇൻസിഡന്റ് റേറ്റ് എടുക്കാനായിട്ട് പോവാണ്. അപ്പൊ അത് തുടങ്ങുന്നതിന് മുൻപ്, ആ ഒരു ഇൻസിഡന്റ് റേറ്റ് എടുക്കാനായിട്ട് നമ്മൾ തുടങ്ങുന്നതിന് മുൻപ് ആ പോപ്പുലേഷൻ എങ്ങനെയായിരിക്കണം എന്നാ പറയുന്നത്? ഫ്രീ ഓഫ് ഡിസീസ്, മറ്റു രോഗങ്ങളൊന്നും ആ പോപ്പുലേഷനിൽ ഉണ്ടാവാൻ പാടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നത്? എന്തുകൊണ്ടായിരിക്കാം? എന്നാലോചിച്ച് നോക്കിയേ നിങ്ങള്, എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ വേറൊരു ഉണ്ടാവാം? അതെ, ആ ഒരു മിസ്ലീഡ് ചെയ്യാം അല്ലെങ്കിൽ എന്താ, നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ആ റേറ്റില് വ്യത്യാസം വരാം അല്ലെ. ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ഇതുവഴി കിട്ടില്ല. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് എന്ത്, അവിടെ ആ ഒരു പോപ്പുലേഷൻ, ഈ ഒരു പഠനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് മുൻപായിട്ട് ആ പോപ്പുലേഷൻ ഡിസീസ് ഫ്രീ ആയിരിക്കണം. ഇതെല്ലാം എന്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്? ഒരു ഇൻസിഡൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നോക്കി എന്തൊക്കെയായിരുന്നു? അഡ്രസ് ദ ക്വസ്റ്റ്യൻ ഹൗ ഫാർ ദ കണ്ടീഷൻ ഈസ്, എത്ര അവരുടെ അവസ്ഥ അല്ലെങ്കിൽ കണ്ടീഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ളതിന്റെ ഒരു ഉത്തരം നമുക്ക് ഇതുവഴി കിട്ടുന്നുണ്ട്. രണ്ടാമതായി പറയുന്നത് എ മെഷർ ഓഫ് റിസ്ക് ഓഫ് ഡിസീസ് ബട്ട് ഷുഡ് ബി ഫോർ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡ്. ഒരു നിശ്ചിത കാലയളവിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയപരിധി അല്ലെ, സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡ് ആണ്. ഒരു നിശ്ചിതമായിട്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിലേക്കുള്ള എന്താണ് ആ ഒരു പോപ്പുലേഷന്റെ അപകട സാധ്യത എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ പുതിയ പുതിയ കേസുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ അളക്കുന്നത്. മൂന്നാമതായി പറയുന്നത് നമ്മൾ ഒരിക്കലും ഒരു സിംഗിൾ പേഴ്സൺ അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ചുള്ള കാര്യങ്ങളല്ല നമ്മളിവിടെ ചെയ്യുന്നത്, മറിച്ച് എങ്ങനെയാ ഒരു പോപ്പുലേഷൻ എത്രത്തോളം അപകട സാധ്യതയിലാണ്, എത്രത്തോളം ആളുകൾക്ക് രോഗം ബാധിച്ചിട്ടുണ്ട് അല്ലെ, ഇവർ എത്രത്തോളം ആളുകൾ നമ്മുടെ രോഗനിർണയം നടത്തി എന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഫലമാണ് ഇതുവഴി നമുക്ക് ലഭിക്കുന്നത്. ഫോർത്ത് വൺ പറഞ്ഞ എന്താണ്? പോപ്പുലേഷൻ മസ്റ്റ് ബി ഫ്രീ ഓഫ് ഡിസീസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റഡി. ഈ ഒരു സ്റ്റഡി അല്ലെങ്കിൽ പഠനം ആരംഭിക്കുന്നതിന് മുൻപായിട്ട് ആ പോപ്പുലേഷൻ എങ്ങനെയായിരിക്കണം? ആരംഭിക്കുമ്പോ ഫ്രീ ഓഫ് ഡിസീസ് ആയിരിക്കണം, മറ്റു രോഗങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. കിട്ടിയോ? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻസിഡൻസ് ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് യൂസ് ഓഫ് ഇൻസിഡൻസ്. ഈ ഇൻസിഡൻസിന്റെ ഉപയോഗം അല്ലെങ്കിൽ യൂസസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് എക്സ്പ്ലെയിൻസ് ദ റിസ്ക് ഓഫ് ഡിസീസ് ഒക്യുറൻസ് ഓവർ ടൈം. എന്താ, ഓരോ സമയവും രോഗം വരാനായിട്ടുള്ള ഒരു സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് വിശദീകരിക്കുന്നുണ്ട്. എന്താണ്? എക്സ്പ്ലെയിൻസ് ദ റിസ്ക് ഓഫ് ഡിസീസ് ഒക്യുറൻസ് ഓവർ ടൈം. അപ്പൊ ഓരോ സമയം നമ്മളൊരു ഓരോ സമയഘട്ടമാണ് എടുക്കുന്നത് അല്ലെ, ഒരു ടൈം പീരീഡ് വെച്ചല്ലേ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഓരോ സമയത്തും ഏതൊക്കെ രോഗങ്ങളാണ് വരാൻ സാധ്യതയുള്ളത് എന്ന് ഇതുവഴി നമുക്ക് വിശദീകരിക്കാൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. രണ്ടാമതായി പറയുന്നത് യൂസ്ഫുൾ ഇൻ പ്ലാനിംഗ് ഫോർ പ്രിവെന്റീവ് മെഷേഴ്സ് ആസ് ടു പ്രിപ്പയർ റിസോഴ്സസ്
to combat events. എന്താ യൂസ്ഫുൾ ഇൻ പ്ലാനിംഗ് ഫോർ പ്രിവെന്റീവ് മെഷേഴ്സ്. പ്രതിരോധ നടപടികൾ ആസൂത്രണം ചെയ്യാനായിട്ട് ഇത് ഉപയോഗപ്രദമാണ്. അപ്പൊ നമ്മളൊരു പോപ്പുലേഷനെ കണ്ടെത്താണ്, അത് രോഗസാധ്യതയുള്ള ഒരു പോപ്പുലേഷൻ ആണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കണം അല്ലെ. അവിടെയുള്ള പോപ്പുലേഷനെ അതിൽ നിന്ന് ഡിസീസ് ഫ്രീ ആക്കാനായിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ പ്രതിരോധ നടപടികൾ എടുക്കാനായിട്ടുള്ള ആസൂത്രണങ്ങൾ ചെയ്യാനായിട്ട് ഈ ഇൻസിഡൻസ് റേറ്റ് എടുക്കുന്നത് വഴി യൂസ്ഫുൾ ആയിരിക്കും. Then as to prepare resources to combat events. എന്താ സംഭവങ്ങളെ ചെറുക്കുന്നതിനുള്ള, അതായത് combat events, ഒരു സംഭവം ഉണ്ടായാൽ അതിനെ ചെറുക്കുന്നതിനുള്ള വിഭവങ്ങള് prepare resources എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ തയ്യാറാക്കാനായിട്ട് ഇത് യൂസ്ഫുൾ ആണ്. Then next in the compare the risk of diseases between two or more populations. രണ്ടോ അതിലധികമോ പോപ്പുലേഷൻസിനെ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്ത് അവരുടെ രോഗസാധ്യത എത്രത്തോളം ഉണ്ടെന്ന് താരതമ്യം ചെയ്യാനായിട്ട് സാധിക്കും. കമ്പയർ ദ റിസ്ക് ഓഫ് ദ ഡിസീസ് ബിറ്റ്വീൻ ടു ഓർ മോർ പോപ്പുലേഷൻ. രണ്ടോ മൂന്നോ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ പോപ്പുലേഷൻസിലെ രോഗസാധ്യത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് താരതമ്യം ചെയ്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. As the incident rates are influenced by any factor and detect the risk factors. ഇനി ഈ ഇൻസിഡന്റ് റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ആൻഡ് ഡിറ്റക്ട് ദ റിസ്ക് ഫാക്ടേഴ്സ്. അതിനെ അപകട സാധ്യതയുള്ള, ഇതുമായി ബന്ധപ്പെട്ട അപകട സാധ്യതയുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. എന്തൊക്കെയാണ് യൂസ്ഫുൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ നമ്മൾ എന്താ പറഞ്ഞേ? എക്സ്പ്ലെയിൻ ദ റിസ്ക് ഓഫ് ഡിസീസ് ഒക്യുറൻസ് ഓവർ ടൈം. ഓരോ സമയത്തും ഏതൊക്കെ രോഗങ്ങളാണ് വരാൻ സാധ്യതയുള്ളത്, ആ രോഗത്തിന്റെ സാധ്യത എത്രത്തോളം ഉണ്ട്, ഓരോ സമയത്തും രോഗം വരാനായിട്ടുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ വിശദീകരിക്കാനായിട്ട് ഇതുവഴി സാധിക്കുന്നുണ്ട്. രണ്ടാമത് പറയുന്നത് എന്താ? പ്രിവെന്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ പ്രതിരോധ നടപടിക്രമങ്ങളൊക്കെ എടുക്കാനായിട്ട് ആസൂത്രണം ചെയ്യാനായിട്ട് ഇത് വളരെ ഉപയോഗപ്രദമാണ്. ആൻഡ് ആസ് ടു പ്രിപ്പയർ റിസോഴ്സസ് ടു കോംബാറ്റ് ഇവന്റ്സ്. എന്തെങ്കിലും സംഭവങ്ങള് നടക്കുന്നതിന് അല്ലെങ്കിൽ ചെറുക്കുന്നതിനായിട്ട് വിഭവങ്ങൾ അല്ലെങ്കിൽ റിസോഴ്സുകള് പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ തയ്യാറാക്കാനായിട്ട് ഇത് യൂസ്ഫുൾ ആണ്. Then മൂന്നാമതായി പറയുന്നത് എന്താ? കമ്പയർ ദ റിസ്ക് ഓഫ് ഡിസീസസ് ബിറ്റ്വീൻ ടു ഓർ മോർ പോപ്പുലേഷൻസ്. രണ്ടോ അതിലധികമോ പോപ്പുലേഷൻസിലെ രോഗസാധ്യതകളെ തമ്മിൽ താരതമ്യം ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. Then fourth one പറയുന്നത് ഇൻസിഡന്റ് റേറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ റിസ്ക് ഫാക്ടേഴ്സ് അപകട സാധ്യതയുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? യൂസ് ഓഫ് ഇൻസിഡൻസ്. ഓക്കെ. Then importance of incidents. Next one ആണ് ഇൻസിഡൻസിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം എന്തൊക്കെയാണ്, എന്തിനൊക്കെയാണ് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ, എന്തിനൊക്കെയാണ് ഇത് സഹായകമായിട്ടുള്ളത്. വൺ നോക്കിയ ഫസ്റ്റ് വൺ ഇൻ പാത്തോജനസിസ്. എന്താണ് പാത്തോജനസിസ്? പഠിച്ചിട്ടുണ്ടോ വേറെവിടെയെങ്കിലും? പാത്തോജനസിസ് എന്താണ്? പാത്തോജനസിസ് എന്ന് പറഞ്ഞാല് എന്താണ്? പാത്തോജനസിസ് സ്റ്റഡി ഓഫ് എന്താണ് പറഞ്ഞേ? ഒരു ഡിസീസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ പാത്തോജൻസിനെ കുറിച്ചുള്ള സ്റ്റഡി അല്ലെ? ഒരു ഡിസീസ് അതിന്റെ ഒറിജിൻ എങ്ങനെയാണ്, അതിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് എന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു സ്റ്റഡി, അതിനു വേണ്ടി ഇത് വളരെ ഹെൽപ്ഫുൾ ആണ് അല്ലെങ്കിൽ എന്താണ് പ്രയോജനപ്രദമാണ്. രണ്ടാമതായി പറയുന്നത് ടു ഫൈൻഡ് ഡിസീസ് കോൺട്രിബ്യൂഷൻ. എന്താ? ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ എന്താ? രോഗവ്യാപനത്തെ കണ്ടെത്തുന്നതിന് നമുക്ക് ഇത് സഹായകമാണ്. എന്താണ്? ടു ഫൈൻഡ് ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ. രോഗവ്യാപനത്തെ കണ്ടെത്തുന്നതിന് ഇത് സഹായകമാണ്. ഫസ്റ്റ് എന്താ പറഞ്ഞത്? ഇൻ പാത്തോജനസിസ്. രോഗകാരികൾ ഏതൊക്കെയാണ്, അതിന്റെ ഒറിജിൻ അല്ലെ, എങ്ങനെയാണ് ആ രോഗം വരുന്നത്, അതിന്റെ ഒറിജിൻ എങ്ങനെയാണ് അല്ലെ, അതെങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള എല്ലാ സ്റ്റഡികൾക്കും വേണ്ടിയിട്ട് ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്,
സഹായകമാണ്. രണ്ടാമതായി പറഞ്ഞത് ടു ഫൈൻഡ് ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ, എന്താ രോഗവ്യാപനത്തെ കണ്ടെത്തുന്നതിന് സഹായിക്കുന്നുണ്ട്. ദെൻ ടു കൺട്രോൾ ഡിസീസ്, എന്താ രോഗം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ആൻഡ് ടു റീസ്ട്രെയിൻ ആൻഡ് തെറാപ്യൂട്ടിക് മെഷർമെന്റ്സ്, ചികിത്സാപരമായിട്ടുള്ള മറ്റ് നിയന്ത്രണങ്ങളും നടപടികളും നിലനിർത്തുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. ആൻഡ് ഇൻ ഹെൽത്ത് പോളിസീസ് മേക്കിംഗ്, എന്താ ആരോഗ്യ നയങ്ങൾ മേക്ക് ചെയ്യാനും നിർമ്മിക്കുന്നതിനും ഇത് സഹായകരമായിട്ടുണ്ട്. അപ്പൊ ഒരു ഇൻസിഡൻസ് റേറ്റ് എടുക്കുന്നത് വഴി നമുക്ക് എന്തൊക്കെ മനസ്സിലാവുന്നത്? ഇറ്റ്സ് ഹെൽപ്ഫുൾ. എന്തിനൊക്കെയാണ് ഇത് സഹായകമായിട്ടുള്ളത്? പാത്തോജനിസിസ്, അല്ലെങ്കിൽ രോഗകാരികളെ കുറിച്ചും രോഗങ്ങളെ കുറിച്ചുമുള്ള പഠനങ്ങൾക്കൊക്കെ ഇത് വളരെ സഹായകമാണ്. അതുപോലെ തന്നെ ടു ഫൈൻഡ് ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ, രോഗവ്യാപനത്തെ കുറിച്ച് കണ്ടെത്തുന്നതിന് ഇത് സഹായകമാണ്. ആൻഡ് ടു കൺട്രോൾ ഡിസീസ്, രോഗത്തെ നിയന്ത്രിക്കാനായിട്ട് ഇത് ഹെൽപ്ഫുൾ ആണ്. ആൻഡ് ടു റീസ്ട്രെയിൻ ആൻഡ് തെറാപ്യൂട്ടിക് മെഷർമെന്റ്സ്, ചികിത്സാപരമായിട്ടുള്ള നടപടിക്രമങ്ങളും നിയന്ത്രണങ്ങളും നിലനിർത്തുന്നതിന് സഹായകമാണ്. ആൻഡ് ഇൻ ഹെൽത്ത് പോളിസീസ് മേക്കിംഗ്, ആരോഗ്യ നയങ്ങൾ രൂപീകരിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിക്കുന്നതിനും സഹായകമാണ്. ക്ലിയർ ആണോ? ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, ദെൻ ലാസ്റ്റ് ഭാഗമാണ് നമ്മുടെ challenges of health and hospital administration. ഒരു ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ challenges അല്ലെങ്കിൽ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. Okay, the technological progress in the field of medical sciences have overturned our social, economic and political policies and have provided the clinicians with newly discovered aids for diagnosis and treating illness. എന്താ പറയുന്നത്? ജനറൽ ആയിട്ട് കുറച്ച് ഇൻട്രൊഡക്ഷൻ പോലെയുള്ള ഒരു കുറച്ച് ചെറിയൊരു ഭാഗമാണ്. ഈ ഒരു ഭാഗം ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇത് കഴിഞ്ഞു വരുന്ന കുറെ സേവനങ്ങള്, സർവീസുകളുമായി ബന്ധപ്പെട്ട ചലഞ്ചസ് ഉണ്ട്. ഇതിലെല്ലാം ഇതൊക്കെ നിങ്ങൾ നോക്കേണ്ടതാണ്. ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഏതാണ്? ഒരു എന്താ പറയുക, പേഷ്യന്റ് സർവീസ് ചലഞ്ചിനെ പറ്റി, പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസുമായി ബന്ധപ്പെട്ട ചലഞ്ചസ്, അതിൽ ഉൾപ്പെട്ടത് ഏതാണ് അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടാത്തത് ഏതാണ്, അങ്ങനെ ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ്? The technological progress in the field of medical sciences have overturned our social, economic and political policies and have provided the clinicians with the newly discovered aids for diagnosis and treating illness. എന്താ പറഞ്ഞേ? ട്രീറ്റിംഗ് ഇൽനെസ്. എന്താ? നമ്മുടെ ഫീൽഡ് ഓഫ് മെഡിക്കൽ സയൻസ് മേഖലകളില് പുതിയ ടെക്നോളജിക്കൽ പ്രോഗ്രസ്സുകള്, പുരോഗതി, സാങ്കേതികമായിട്ടുള്ള പുരോഗതികൾ കൊണ്ടുവരുന്നത് have overturned our social, economic and social policy, നമ്മുടെ സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും പൊളിറ്റിക്കൽ പരമായിട്ടുമുള്ള പോളിസികളെ, നയങ്ങൾ മറികടക്കുന്നതിനായി നമ്മുടെ മെഡിക്കൽ സയൻസ് മേഖലകളിൽ ടെക്നോളജിക്കൽ പ്രോഗ്രസ് അല്ലെങ്കിൽ സാമ്പത്തിക പുരോഗതികൾ കൊണ്ടുവരേണ്ടതും ആൻഡ് ഹാവ് പ്രൊവൈഡഡ്, അതിനുശേഷം എന്ത് ചെയ്യുന്നു? അങ്ങനെ ടെക്നോളജിക്കൽ പ്രോഗ്രസ് അല്ലെങ്കിൽ പുരോഗതികൾ കൊണ്ടുവന്ന് ഹാവ് പ്രൊവൈഡഡ് ദ ക്ലിനിഷ്യൻസ് വിത്ത് ന്യൂലി ഡിസ്കവേർഡ് എയ്ഡ്സ് ഫോർ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റിംഗ് ഇൽനെസ്. എന്താണ് അവിടെ ക്ലിനിഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നൽകുന്നത്? വിത്ത് ന്യൂലി ഡിസ്കവേർഡ്, പുതിയതായി കണ്ടെത്തിയ ഉപകരണങ്ങൾ. എന്തിനു വേണ്ടി? ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റിംഗ് ഇൽനെസ്, രോഗനിർണയങ്ങൾ നടത്താൻ വേണ്ടി. ആൻഡ് ട്രീറ്റിംഗ് ഇൽനെസ്, രോഗങ്ങൾ എന്ത് ചെയ്യുക? ആവശ്യമായ രോഗങ്ങളൊക്കെ ചികിത്സിക്കുന്നതിന് വേണ്ടിയും രോഗനിർണയങ്ങൾ നടത്തുന്നതിന് വേണ്ടിയും പുതിയതായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഉപകരണങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെയുള്ള ടെക്നോളജിക്കൽ പ്രോഗ്രസ് അല്ലെങ്കിൽ സാങ്കേതിക പുരോഗതികൾ കൊണ്ടുവരികയും ചെയ്യുക. ഏത് മേഖലയിലാണ്? മെഡിക്കൽ സയൻസ് മേഖലയില്. നമുക്കറിയാം പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഒരുപാട് ടെക്നോളജീസും കാര്യങ്ങളും നമ്മുടെ ഹോസ്പിറ്റൽ ഫീൽഡിൽ വന്നിട്ടില്ലേ? അപ്പൊ അതങ്ങനെയുള്ള സാങ്കേതിക പുരോഗതികള് ഈ പറയുന്ന മെഡിക്കൽ സയൻസ് മേഖലകളിൽ കൊണ്ടുവരേണ്ടതും അതിലൂടെ നമുക്ക് പേഷ്യൻസിന് കൊടുക്കുന്ന രോഗനിർണയം നടത്തുന്ന ഭാഗമായിട്ടുള്ളതാവാം, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം. ഇതെല്ലാത്തിനും വേണ്ടിയിട്ട് ഇതിനുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള പുതിയ കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ള പുതിയ ഉപകരണങ്ങൾ, അതായത് ന്യൂലി ഡിസ്കവേർഡ്, പുതിയതായി കണ്ടെത്തിയിട്ടുള്ള പലതരത്തിലുള്ള എയ്ഡ്സ് അല്ലെങ്കിൽ ഉപകരണങ്ങളൊക്കെ
ഒക്കെ എന്ത് ചെയ്യണം, ക്ലിനിഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുക, നൽകുക. Then നോക്കിയേ നെക്സ്റ്റ് പോയിന്റ്, ഡിമാൻഡ് ഫ്രം ദ ക്ലിനിഷ്യൻസ് ആൻഡ് ദ കമ്മ്യൂണിറ്റി to provide newly discovered technological capabilities in the hospital and health service system. Demand from the clinicians and community. എന്താണ് ക്ലിനിഷ്യൻസും കമ്മ്യൂണിറ്റിയും ഡിമാൻഡ് ചെയ്യുന്നതിൽ ആവശ്യപ്പെടുന്നത്? ടു പ്രൊവൈഡ് ന്യൂലി ഡിസ്കവേർഡ് ടെക്നോളജിക്കൽ കേപ്പബിലിറ്റീസ്, പുതിയതായി കണ്ടെത്തിയിട്ടുള്ള ടെക്നോളജിക്കൽ സാങ്കേതിക കഴിവുകൾ ഇൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് സർവീസ് സിസ്റ്റം. ഹോസ്പിറ്റലിലും ഹെൽത്ത് സർവീസ് സിസ്റ്റങ്ങളിലും എന്ത് ചെയ്യണം, പുതിയതായി കണ്ടെത്തിയ സാങ്കേതിക കഴിവുകൾ എന്ത് ചെയ്യണം, നൽകണമെന്ന് ആരാവശ്യപ്പെടാറുണ്ട്? ക്ലിനിഷ്യൻസും കമ്മ്യൂണിറ്റിയും. നമുക്കറിയാം ഒരു ഹോസ്പിറ്റല് പഴയതായിട്ടുള്ള ടെക്നോളജി എല്ലാം ഒരിക്കലും അല്ലെ, മോഡേൺ ആയിട്ട് ഓരോ പ്രാവശ്യത്തെയും അവിടുത്തെ പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്തുമ്പോൾ അതിനനുസരിച്ചുള്ള ടെക്നോളജീസ് അല്ലെങ്കിൽ സാങ്കേതിക കഴിവുകൾ ആ ഹോസ്പിറ്റൽ മേഖലയിലായിക്കോട്ടെ ഹെൽത്ത് സർവീസ് സിസ്റ്റങ്ങളിലായിക്കോട്ടെ എല്ലായിടത്തും ഇങ്ങനെയുള്ള പുതിയ പുതിയ സാങ്കേതിക കഴിവുകൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലുകളിൽ അത് നൽകണം എന്നുള്ളത് ക്ലിനിഷ്യൻസും കമ്മ്യൂണിറ്റിയും ഒരുപോലെ ഡിമാൻഡ് ചെയ്യുന്നതിൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. And it has been noted that at least half of last decades rise in medical cost is attributable എന്നാണ് കേട്ടോ, അവിടെ attributable എന്നാണ്, imputable എന്നല്ല, attributable to high technology medicine, especially diagnostic and surgical procedures. എന്താ പറയുന്നത്? It has been noted that at least half of the last decade's rise in medical cost is attributable to high technology medicine, especially diagnostic and surgical procedures. എന്താണ് നമ്മുടെ ലാസ്റ്റ്, അതായത് അവസാനം നമ്മുടെ ആ ഒരു ഡിക്കേഡ്സ് അല്ലെങ്കിൽ ദശകങ്ങളുടെ കഴിഞ്ഞ ദശകങ്ങളുടെ അവസാനത്തോടു കൂടി എന്താണ് റൈസ് ഇൻ മെഡിക്കൽ കോസ്റ്റ്, നമ്മുടെ മെഡിക്കൽ ചിലവുകളുടെ വർധനവ്. എങ്ങനെയുള്ള മെഡിക്കൽ ചിലവുകളുടെ വർധനവാണ്? അട്രിബ്യൂട്ടുകൾ എന്തുമായിട്ട് സംബന്ധിച്ചതായിട്ടുള്ളതാണ്? ഹൈ ടെക്നോളജി മെഡിസിൻസ്, ഉയർന്ന സാങ്കേതിക മെഡിസിനുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഏതൊക്കെ മേഖലകളിലാണ്? ഡയഗ്നോസ്റ്റിക് ഏരിയയില്, രോഗനിർണയ ഏരിയയില്, സർജിക്കൽ പ്രൊസീജിയറുകളില് മുതലായവയിലൊക്കെ നമ്മൾ ഉയർന്ന സാങ്കേതികപരമായിട്ടുള്ള മരുന്നുകൾ അല്ലെങ്കിൽ മെഡിസിൻസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെയായി സംബന്ധിച്ചിട്ടുള്ള മെഡിക്കൽ കോസ്റ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ചിലവുകള് വർദ്ധിക്കുന്നത് എന്ന് പറഞ്ഞേ അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ലാസ്റ്റ് ഡിക്കേഡ്സ്, നമ്മുടെ ലാസ്റ്റ് കഴിഞ്ഞ ദശകങ്ങളുടെ അവസാനത്തോടു കൂടി ഈ പറയുന്ന വർധനവ്, ഈ മെഡിക്കൽ കോസ്റ്റുകളിൽ ഉണ്ടാവുന്ന വർധനവ് ഹാഫ് ഓഫ് ദ നോട്ടഡ്, എന്താ അതിന്റെ പകുതിയായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇറ്റ് ഹാസ് ബീൻ നോട്ടഡ്, ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവിടെ കണ്ടെത്തുന്നത് എന്തിനു വേണ്ടിയിട്ട് ചെലവാക്കുന്നു എന്ന് പറഞ്ഞേ ഈ മെഡിക്കൽ കോസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വർദ്ധിക്കാനായിട്ടുള്ള ഒരു കാരണവും എന്താണ്? നമ്മൾ പുതിയ പുതിയ ടെക്നോളജീസും പലതരം കാര്യങ്ങളും നമ്മൾ ഈ ഹോസ്പിറ്റൽ മേഖലയിൽ കൊണ്ടുവരുമ്പോൾ, പ്രത്യേകിച്ചും ഡയഗ്നോസ്റ്റിക് ഏരിയയിലാവാം, രോഗനിർണയം നടത്തുന്ന ഏരിയയിലാവാം, സർജിക്കൽ പ്രൊസീജിയേഴ്സ് നടത്തുന്ന ഏരിയയിലാവാം, മുതലായ ഏരിയകളിലെല്ലാം പുതിയ പുതിയ ഹൈ ടെക്നോളജി മെഡിസിൻസ് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പറയുന്ന കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ദശകങ്ങളായിട്ട് അവിടുത്തെ മെഡിക്കൽ കോസ്റ്റുകൾ വർദ്ധിക്കാനായിട്ടുള്ള ഏറ്റവും ഒരു കാരണം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇങ്ങനെയുള്ള മെഡിസിൻസ്, ഹൈ ടെക്നോളജി മെഡിസിൻസിന്റെ ഉപയോഗം തന്നെയാണ്. Then in spite of high cost, ഇങ്ങനെ ഒരു ഉയർന്ന വർധനവ് അവിടുത്തെ ആ ഒരു മെഡിക്കൽ കോസ്റ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ചിലവുകളിൽ ഇങ്ങനെ ഉണ്ടാവുന്ന വർധനവിനെ സംബന്ധിച്ച് ഇൻ കൊമേഴ്ഷ്യൽ ഫേംസ് ആൻഡ് കോർപ്പറേറ്റ് ബോഡീസ്, നമ്മുടെ കൊമേഴ്ഷ്യൽ ഫേംസ് അല്ലെങ്കിൽ എന്താണ് വാണിജ്യ സ്ഥാപനങ്ങളോ കോർപ്പറേറ്റ് ബോഡീസ് ആർ ലോഞ്ചിങ് ദ സ്റ്റേറ്റ് ഓഫ് ഹോസ്പിറ്റൽ വിത്ത് ദ ന്യൂവസ്റ്റ് മെഡിക്കൽ ടെക്നോളജി വിത്ത് എക്കണോമിക് റിട്ടേൺസ് ആർ ഇൻക്രീസിങ്. എന്താ നമ്മുടെ കൊമേഴ്ഷ്യൽ ഫേമുകള്, വാണിജ്യ സ്ഥാപനങ്ങള്, കോർപ്പറേറ്റ് ബോഡികള് മുതലായവ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് ദ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യുന്നുണ്ട്? ലോഞ്ചിങ് ദ ന്യൂവസ്റ്റ് മെഡിക്കൽ ടെക്നോളജി, പുതിയ മെഡിക്കൽ ടെക്നോളജികള് ലോഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആരംഭിക്കുന്നുണ്ട് വിത്ത് എക്കണോമിക് റിട്ടേൺസ് ആൻഡ് ആർ
ഇൻക്രീസിങ്. അവിടെ ആ ഒരു സാമ്പത്തിക നേട്ടം എന്ന് പറയുന്നത് നമുക്ക് അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതെന്താ ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു ഹോസ്പിറ്റലില് പുതിയ പുതിയ ടെക്നോളജീസ് വരുമ്പോ ഏറ്റവും കൂടുതൽ ആളുകള് അതിന്റെ ആ ഒരു ഹോസ്പിറ്റലിലേക്കായിരിക്കില്ലേ പോകുന്നത്. പുതിയ പുതിയ ടെക്നോളജി വരുമ്പോൾ കൂടുതൽ ആളുകൾ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോവാനും സർവീസുകൾ നേടാനായിട്ടും ചെല്ലുന്നുണ്ട്. അപ്പൊ അതുവഴി അവിടെ എന്തുണ്ടാവുന്നുണ്ട്, എക്കണോമിക് റിട്ടേൺസ് അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ദിസ് പ്രൂവ്സ് ദ ഗ്രോവിംഗ് ലെവൽ ഓഫ് ഹെൽത്ത് കെയർ അവയർനെസ് എമംഗ് ദ പീപ്പിൾ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് സച്ച് സർവീസസ് ബൈ ദ പീപ്പിൾ ഫ്രം ദ പ്രൈവറ്റ് സെക്ടർ ടു. എന്നാൽ ഇതെന്താ പ്രൂവ് ചെയ്യുന്നത്, ദ ഗ്രോവിംഗ് ലെവൽ ഓഫ് ഹെൽത്ത് കെയർ അവയർനെസ്. ഇങ്ങനെയുള്ള പുതിയ പുതിയ ടെക്നോളജീസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ ആളുകൾക്ക് ഈ ആരോഗ്യ പരിചരണത്തെ കുറിച്ചുള്ള ഒരു അവയർനെസ് അല്ലെങ്കിൽ അവബോധം വർദ്ധിപ്പിക്കാനും അതുവഴി പ്രൈവറ്റ് സെക്ടറിലുള്ളവർ പോലും അങ്ങനെയുള്ള ആളുകൾ പോലും ഈ പറയുന്ന സർവീസുകളോ പ്രയോജനപ്പെടുത്താനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് തെളിയിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്തൊക്കെയാണ് അത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് ബ്രീഫായിട്ട് നമുക്ക് പറയാം. എന്താ പറഞ്ഞത്, പ്രധാനമായിട്ടും പറയുന്ന ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ മെഡിസിൻ സയൻസ് ഫീൽഡുകളില് പുതിയതായിട്ട് ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ മറ്റു രീതിയിലുള്ള, അതായത് മുൻപത്തെ അപേക്ഷിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഒരുപാട് ടെക്നോളജിക്കൽ പ്രോഗ്രസ് അല്ലെങ്കിൽ പുരോഗതികള്, നമ്മുടെ സാങ്കേതിക പുരോഗതികൾ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ടെക്നോളജിക്കൽ പ്രോഗ്രസ് കൊണ്ടുവരുന്നത് പ്രധാനമായിട്ടും ഏതൊക്കെ മേഖലകളിലായിരിക്കും നാം പറഞ്ഞേ, ക്ലിനിഷ്യൻസിന് അതുമായി ബന്ധപ്പെട്ടുള്ള എന്ത് ചെയ്യണം, പുതിയതായി കണ്ടെത്തിയിട്ടുള്ള എയ്ഡ്സ് അല്ലെങ്കിൽ ഉപകരണങ്ങൾ നൽകുകയും അതുവഴി നമ്മുടെ ഡയഗ്നോസ്റ്റിക് രോഗനിർണയ മേഖലകളിലാവാം, ട്രീറ്റിംഗ് ഇൽനെസ് ചികിത്സാപരമായിട്ടുള്ള മേഖലയിലാവാം, അവിടെയൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി നല്ല രീതിയിലുള്ള ഡയഗ്നോസ്റ്റിക് സർവീസുകൾ കൊടുക്കുക, നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കാനായിട്ട് ഈ ഒരു പ്രോഗ്രസ് സഹായിക്കുന്നുണ്ട്. രണ്ടാമതായി നമ്മൾ പറയുന്നത്, ഈ പറയുന്ന ഹോസ്പിറ്റലിലായാലും ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഹെൽത്ത് സർവീസ് സിസ്റ്റത്തിലായാലും അവിടെയും ഈ പറയുന്ന രീതിയിലുള്ള സാങ്കേതിക കഴിവുകൾ കൊണ്ടുവരണം അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്, പുതിയതായിട്ട് കണ്ടെത്തിയ സാങ്കേതിക കഴിവുകൾ കൊണ്ടുവരണം എന്നുള്ളത് ആരാണ് എപ്പോഴും ആവശ്യപ്പെടുന്ന ആരൊക്കെയാണ്, ക്ലിനീഷ്യൻസും അതുപോലെ കമ്മ്യൂണിറ്റിയും ഒരുപോലെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ ലാസ്റ്റ് ഡിക്കേഡ്സിന്റെ അവസാനത്തോടു കൂടി അല്ലെങ്കിൽ പകുതിയോടുകൂടി, നമ്മുടെ ആ ഒരു ലാസ്റ്റ് ഡിക്കേഡ്സ് കഴിഞ്ഞ ദശകത്തിന്റെ പകുതിയോടുകൂടി ഇങ്ങനെയുള്ള മെഡിക്കൽ കോസ്റ്റുകൾ അല്ലെങ്കിൽ മെഡിക്കൽ ചിലവുകൾ വർദ്ധിക്കുന്നത് എന്ത് സമയമായി ബന്ധപ്പെട്ട് തന്നെയാണ്, ഇങ്ങനെയുള്ള പുതിയ പുതിയ ടെക്നോളജിക്കൽ മെഡിസിൻസ് പ്രധാനമായിട്ടും ഡയഗ്നോസ്റ്റിക് മേഖലയിലാവാം, സർജിക്കൽ പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ടാവാം, ഉയർന്ന ടെക്നോളജിക്കൽ ആയിട്ടുള്ള മെഡിസിൻസ് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ മെഡിക്കൽ കോസ്റ്റുകൾ വർദ്ധിക്കുന്നത് എന്ന് നമുക്ക് ഇതുവഴി കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉയർന്ന ഒരു കോസ്റ്റ് അല്ലെങ്കിൽ ചെലവ് മെഡിക്കൽ കോസ്റ്റുകൾ വളരെ രീതിയിൽ വർദ്ധിച്ചാൽ പോലും അതുവഴി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ കൊമേഴ്ഷ്യൽ ഫേംസ്, വാണിജ്യ സ്ഥാപനങ്ങളായിക്കോട്ടെ, കോർപ്പറേറ്റ് ബോഡികളാകട്ടെ, നമ്മുടെ ഹോസ്പിറ്റലുകളില് ഇങ്ങനെയുള്ള പുതിയ പുതിയ ഒരുപാട് മെഡിസിൻ, ഇപ്പൊ നമ്മൾ പറയാം എന്താ, ഇപ്പൊ നമ്മൾ പറഞ്ഞ മെഡിക്കൽ കോസ്റ്റുകൾ ഇങ്ങനെയുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരുപാട് ചെലവ് അവർക്കാവുന്നുണ്ട്. എന്നാൽ പോലും അവിടെ എന്താണ് പ്രത്യേകത, അങ്ങനെ ഒരുപാട് തുക നമ്മൾ അവിടെ ചെലവാക്കിയാലും ഇങ്ങനെയുള്ള പുതിയ പുതിയ ടെക്നോളജീസ് കൊണ്ടുവരുന്നത് വഴി ഒരുപാട് സാമ്പത്തിക നേട്ടം അതിലൂടെ ആ ഹോസ്പിറ്റലിന് ഉണ്ടാക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെ തെളിയിക്കാൻ പറ്റുന്നത്, സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള മെഡിക്കൽ പുതിയ പുതിയ ടെക്നോളജീസ് വരുന്നു എന്നുള്ള ഹോസ്പിറ്റലിനെ പറ്റിയുള്ള ഒരു അറിവ് കിട്ടുമ്പോൾ ആളുകൾക്ക് അങ്ങനെയുള്ള ഒരു അവബോധം മനസ്സിലാവുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, കൂടുതൽ കൂടുതൽ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് വരികയും അവിടുത്തെ സേവനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നതിലൂടെ, അപ്പൊ അതാണ് പ്രൈവറ്റ് സെക്ടറിലുള്ളവർ പോലും ഈ ഒരു ആസ്പത്രി സേവനങ്ങൾ ഉപയോഗിക്കുകയും അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുകയും അതുവഴിയാണ് അവിടെ ആ ഹോസ്പിറ്റൽ എന്തുണ്ടാവുന്നത്, സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്നത്. ക്ലിയർ ആയോ? രണ്ട് പാരഗ്രാഫ് ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ,
it shows that there is increasingly more and more supremacy by consumer rather than providers of procedures in medical practice. ഇതിൽ നിന്ന് നമുക്ക് എപ്പോഴും മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഏറ്റവും more and more supremacy എന്ന് പറഞ്ഞാൽ എന്താ? മേൽക്കോയ്മ. ഏറ്റവും കൂടുതൽ മേൽക്കോയ്മ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത് ആർക്ക് തന്നെയാണ്? ആർക്കാണ് ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ആർക്കാ കൊടുക്കുന്നത്? ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആർക്കാണ്? പേഷ്യൻസിനാണ്. ശരിയാണ്, പേഷ്യൻസിനാണ് അല്ലെ. അതെന്താ അവിടെ പറയുന്നത്? കൺസ്യൂമർ എന്ന് പറയുന്നത് ആരാണ്? അവിടെ വരുന്ന പേഷ്യൻസ് ആണ് അല്ലെ. അപ്പൊ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, അപ്പൊ ആ ഹോസ്പിറ്റലുകാരാണ് നമുക്കത് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ പ്രൊവൈഡേഴ്സിനല്ല. അതിൽ എന്താ അവിടെ കൊടുക്കുന്ന പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങളിലേക്കാൾ ഏറ്റവും കൂടുതൽ മേൽക്കോയ്മ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആർക്ക് തന്നെയാണെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്? അവിടെ വരുന്ന കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ പേഷ്യൻസ് തന്നെയാണ്. So hospital including to provide more and more structured service in one discipline or other rather than a holistic institution of health care with multidisciplinary medical team like ENT, general surgery, etc., resulting it to be a profit-oriented business establishment. എന്താ പറയുന്നത്? ഒരു holistic institution. എന്താണ് ഒരു holistic institution? Holistic institution എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ഒരു holistic institution എന്ന് പറഞ്ഞാല്? അവിടെ എന്തായിരിക്കും? ഹോസ്പിറ്റൽ തന്നെയാണ് പറയുന്നത്. ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റല്. നമ്മൾ മുൻപ് പറയാറില്ലേ, ഹോസ്പിറ്റൽ നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ പഠിച്ചപ്പോ പറഞ്ഞില്ലേ, ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഒരു ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സമഗ്രമായിട്ടുള്ള, അതായത് എല്ലാ രീതിയിലും ഒരിക്കലും ആ ഒരു രോഗലക്ഷണങ്ങളെ ചികിത്സിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, മറിച്ച് എന്താ? ഓരോ മനുഷ്യന്റെയും ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും സാമൂഹികപരമായിട്ടുമുള്ള ഘടകങ്ങളൊക്കെ പരിഗണിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കണം ഹോസ്പിറ്റൽ എന്നാണ് പറഞ്ഞത് അല്ലെ. നമ്മൾ എപ്പോഴും ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഒരു ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹെൽത്ത് കെയർ. എന്താണ്? മൾട്ടി ഡിസിപ്ലിനറി മെഡിക്കൽ ടീം. എന്താണ്? പല വിഭാഗങ്ങള്, അതായത് ഐ ഉണ്ടാവും, ENT, ജനറൽ സർജറി മുതലായ പല വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമഗ്രമായിട്ടുള്ള, ഒരിക്കലും അതവിടെ ചികിത്സാപരമായിട്ടുള്ളത് മാത്രമല്ല, ഒരിക്കലും ആ ഒരു രോഗലക്ഷണത്തെ ചികിത്സിക്കുക മാത്രമല്ല, മറിച്ച് ആ ഓരോ വ്യക്തികളെയും മനുഷ്യരെ നമ്മുടെ ശാരീരികപരമായിട്ടുള്ളതും മാനസികപരമായിട്ടുള്ളതും സാമൂഹ്യപരമായിട്ടുള്ള പല ഘടകങ്ങളെയും പരിഗണിക്കുന്ന രീതിയിലുള്ള ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനം എന്ന നിലയിലല്ല, മറിച്ച് എങ്ങനെയാണ് ഇപ്പോ the one discipline or other, അതായത് ഒരു വിഭാഗം അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങൾ വളരെ റപ്ചേർഡ് സർവീസ് ആണ്. എന്താ? അതിൽ ചുരുക്കിയിട്ട് എന്ത് ചെയ്യുന്നു? അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ വരുന്നത് വഴി എന്താ ചെയ്യുന്നത്? it resulted to be more profit oriented business establishment. നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയാം എന്താണ്? അതൊരു ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആവണം. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരുപാട് വിഭാഗങ്ങൾ, ഒരു വിഭാഗം അല്ലെങ്കിൽ ഒറ്റ സർവീസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒറ്റ ഡിപ്പാർട്ട്മെന്റ് ഉള്ള അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഡിപ്പാർട്ട്മെന്റുകളുള്ള വളരെ കുറഞ്ഞ സേവനങ്ങൾ കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ അല്ലാതെ എങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റൽ ആയിരിക്കണം എന്നാ പറയുന്നത്? ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ്? അവിടെ സമഗ്രമായിട്ട് ആ ഓരോ പേഷ്യൻസിന്റെയും അവരുടെ രോഗലക്ഷണങ്ങൾ മാത്രമല്ല ചികിത്സിക്കേണ്ടത്, ആ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും സാമൂഹ്യപരമായിട്ടുമുള്ള ഘടകങ്ങളെ കൂടി പരിഗണിച്ചു കൊണ്ടുള്ള പല വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരിക്കണം. അതായത് ENT, ജനറൽ സർജറി മുതലായവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്ഥാപനമായിരിക്കണം വേണ്ടത്. എന്നാൽ പോലും എന്താണ്? അങ്ങനെയുള്ളതാണോ നമ്മൾ ചെയ്യാറ്? അങ്ങനെയാണോ ചെയ്യാറ്? അങ്ങനെ എല്ലാ രീതിയിലുമുള്ള കൺസിഡറേഷൻസ് ആ ഒരു വ്യക്തി എല്ലാ രീതിയിലും അങ്ങനെ പരിഗണിക്കുന്നുണ്ടോ അവിടെ ഹോസ്പിറ്റല്? ഇല്ല. അതാണ് അവിടെ പറയുന്നത്. ആൻഡ് റിസൾട്ടിങ് ഇറ്റ് ടു ബി എ പ്രോഫിറ്റ് ഓറിയന്റഡ് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്. പക്ഷെ ഇവിടെ ഫലം എന്താണ്? എന്താണ് അത് റിസൾട്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഫലം എന്താണ്? ഇറ്റ് ടു ബി എ പ്രോഫിറ്റ് ഓറിയന്റഡ് ആണ് അല്ലെ.
ലാഭമാണ് അവിടെ അവർ നോക്കുന്നത് അല്ലെ. പ്രോഫിറ്റ് ഓറിയന്റഡ്, ലാഭാധിഷ്ഠിതമായിട്ടുള്ള ഒരു ബിസിനസ് സ്ഥാപനമായിട്ടാണ് ഇന്നത്തെ ഹോസ്പിറ്റലുകൾ നിൽക്കുന്നത് അല്ലെങ്കിൽ മാറുന്നത്. അപ്പൊ എപ്പോഴും ഒരു ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം. എന്നാൽ പോലും ഇപ്പൊ അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല അല്ലെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം, എല്ലാ വിഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരിക്കണം. പക്ഷെ അതല്ലാതെ ഒന്നോ രണ്ടോ സേവനങ്ങൾ അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ സേവനങ്ങൾ കൊടുക്കുന്ന എന്താണ് ഹോസ്പിറ്റലുകളായിട്ടാണ് മാറുന്നത്. അത് എന്തുകൊണ്ടാണ് അത് റിസൾട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ഫലം എന്ന് പറയുന്നത് എന്താ? പ്രോഫിറ്റ് ഓറിയന്റഡ് ആണ്. എപ്പോഴും ലാഭാധിഷ്ഠിതമായിട്ടുള്ള ബിസിനസ് സ്ഥാപനമായിട്ട് ഇന്നത്തെ ഹോസ്പിറ്റലുകൾ മാറുന്നുണ്ട്. കിട്ടിയോ ലാസ്റ്റത്തെ പോയിന്റ്? ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ആ ഒരു പേജ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആ ഒരു പോയിന്റ്സില്? ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം പോലെയാണ് പറയുന്നത്. ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ജസ്റ്റ് ഈ പോയിന്റ്സ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. പോയിന്റ്സ് എന്താണെന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്തൊന്നും ചോദിക്കുന്നില്ല. മറിച്ച് ഈ ഒരു പേഷ്യന്റ് സർവീസ് ചലഞ്ച് ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പേഷ്യന്റ് സർവീസ് ചലഞ്ചസ് ആണ്. ഓരോ പേഷ്യൻസിനും കൊടുക്കുന്ന സർവീസുകൾ, നമ്മൾ സേവനങ്ങൾ കൊടുക്കുന്നില്ലേ ഹോസ്പിറ്റലിൽ നിന്ന്, ആ ഒരു സേവനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികൾ എന്തൊക്കെയാണ്, അപ്പൊ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ അതൊന്ന് ആ ഒരു പോയിന്റ്സ് മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് വൺ ക്വാളിറ്റി കെയർ അല്ലെ. നല്ലൊരു ക്വാളിറ്റി കെയർ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയല്ലേ അല്ലെ. നല്ല പേഷ്യൻസിന് നല്ലൊരു ഗുണനിലവാരമുള്ള പരിചരണം കൊടുക്കുക എന്നുള്ളത് അവരുടെ ഒരു ചലഞ്ചാണ്, വെല്ലുവിളിയാണ്. അത് പരിചരണം നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി കെയർ കൊടുത്തില്ലെങ്കിൽ അവർക്ക് എന്താ പറ്റുന്നത്? അവിടേക്ക് പിന്നെ പേഷ്യൻസ് വരില്ല അല്ലെ. പേഷ്യൻസ് വരില്ല, അതിനനുസരിച്ചുള്ള എന്താണ് അവർക്ക് ഒരുപാട് നഷ്ടങ്ങളും അല്ലെ ചിലവുകളും ഒക്കെ ഉണ്ടാവാം. അതുകൊണ്ട് എപ്പോഴും നല്ലൊരു ക്വാളിറ്റി കെയർ കൊടുക്കുക എന്നത് അവരുടെ ഒരു വെല്ലുവിളി തന്നെയാണ്. രണ്ടാമത്തേതായിട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. വരുന്ന ഓരോ പേഷ്യൻസിനും നല്ല സംതൃപ്തിയോടെ അവരെ തിരിച്ചയക്കുക എന്നുള്ളതും ഒരു ചലഞ്ച് അല്ലെങ്കിൽ വെല്ലുവിളി തന്നെയല്ലേ. അവർ നേരിടുന്ന ഒരു പ്രശ്നമാണത്. അവിടെ വരുന്ന ഓരോ പേഷ്യൻസും അവിടെ കിട്ടുന്ന എക്സ്പീരിയൻസിൽ അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അല്ലെങ്കിൽ സംതൃപ്തരായിരിക്കണം. അങ്ങനെ ആയിരിക്കണം ഓരോ പേഷ്യൻസും ആ ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ പോവേണ്ടത്. അങ്ങനെ ആ ഒരു പേഷ്യന്റിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് ഒരു ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ചലഞ്ച് അല്ലെങ്കിൽ വെല്ലുവിളിയാണ്. മൂന്നാമതായി പറയുന്നത് ന്യൂ ടെക്നോളജി. പുതിയ പുതിയ ടെക്നോളജീസ് ഈ പറയുന്ന സർവീസുകളിൽ ഉൾപ്പെടുത്തണം അല്ലെ. ഓരോ സമയം നമ്മൾ ചെല്ലുമ്പോഴും നമുക്കറിയാം പുതിയ പുതിയ ടെക്നോളജീസ് ഓരോരോ സമയം നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും പുതിയ പുതിയ ടെക്നോളജീസ് അവർ ആഡ് ചെയ്യുന്നുണ്ട് അല്ലെ. പണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിരുന്ന സമയത്തെ പോലെയുള്ള അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്തോരം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് തരുന്ന സർവീസുകളിൽ പുതിയ പുതിയ ടെക്നോളജീസ് വരുന്നതിനനുസരിച്ച് അത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സർവീസുകളായിരിക്കണം പേഷ്യൻസിന് കൊടുക്കേണ്ടത്. അതും അവരുടെ ഒരു വെല്ലുവിളി തന്നെയാണ്. സർവീസ് എക്സ്പാൻഷൻ. എന്താണ് സർവീസ് എക്സ്പാൻഷൻ? സർവീസിനെ വികസിപ്പിക്കുക, അതായത് പുതിയ പുതിയ സർവീസുകൾ ആഡ് ചെയ്യുക, നിലവിലുള്ള സർവീസുകൾ എന്ത് ചെയ്യുക? വിപുലീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസുകളിൽ ഉൾപ്പെടുത്തുക എന്നതും പേഷ്യന്റ് സർവീസ് കൊടുക്കുന്നതിന്റെ ഒരു ചലഞ്ചാണ്. ലാസ്റ്റ് വൺ ആണ് ഓവർ ക്രൗഡിങ്. എന്താ ഓവർ ക്രൗഡിങ്? അമിതമായ തിരക്ക് വന്നാൽ അല്ലെ. അമിതമായിട്ടുള്ളൊരു തിരക്ക് വന്നു കഴിഞ്ഞാല് പേഷ്യൻസിന് നല്ല രീതിയിലുള്ള സർവീസ് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ഒരുപാട് ക്രൗഡ് വന്നു കഴിഞ്ഞാല് അതാണ് ഓവർ ക്രൗഡിങ്. അപ്പൊ അങ്ങനെ ഒരു അമിതമായ ഒരു ക്രൗഡ് അല്ലെങ്കിൽ തിരക്ക് വരുന്നതും പേഷ്യൻസിന് നല്ല സർവീസുകൾ കൊടുക്കുന്നതിന്റെ ഒരു പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ അവർ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു
ചലഞ്ചാണ്. അപ്പൊ അതിനെയൊക്കെ ഓവർകം ചെയ്ത് നല്ല രീതിയിലുള്ള പേഷ്യന്റ് സർവീസുകൾ കൊടുക്കുകയാണെങ്കിൽ മാത്രമേ അവിടെ ആളുകളുടെ അല്ലെങ്കിൽ എന്താ നല്ല രീതിയിലുള്ള നല്ല നല്ല പേഷ്യൻസ് പിന്നെയും പിന്നെയും അവിടേക്ക് എന്ത് ചെയ്യുള്ളൂ, വരുള്ളൂ. അപ്പൊ അവിടെ ആ ഒരു ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫേസ് ചെയ്യുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസുകളിൽ അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികളാണ് ഈ പറഞ്ഞ പോയിന്റ്സ്. എന്തൊക്കെയായിരുന്നു 5 പോയിന്റ്സ് നമ്മൾ പറഞ്ഞത്? നല്ലൊരു ക്വാളിറ്റി കെയർ കൊടുക്കുക. രണ്ടാമതായി പറഞ്ഞത് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ. ഓരോ പേഷ്യൻസും ഹോസ്പിറ്റലിൽ നിന്ന് പോരുമ്പോൾ അവർ ആ ഒരു സർവീസിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, അവരെ അത് സാറ്റിസ്ഫൈഡ് ആക്കണം. അതിനു വേണ്ടി രീതിയിലുള്ള സർവീസുകൾ കൊടുക്കുക എന്നുള്ളതൊരു വെല്ലുവിളിയാണ്. ന്യൂ ടെക്നോളജീസ്, പുതിയ പുതിയ ടെക്നോളജീസ് അവർക്ക് കൊടുക്കുന്ന സർവീസുകളിൽ ഉൾപ്പെടുത്തുക. സർവീസ് എക്സ്പാൻഷൻ, എന്താ നിലവിലുള്ള സർവീസുകളിൽ എന്താണ് ആ ഉള്ള സർവീസുകൾ തന്നെ വിപുലീകരിക്കുകയും പുതിയ പുതിയ സേവനങ്ങൾ ആഡ് ചെയ്യുകയും ചെയ്യുക. ഓവർ ക്രൗഡിങ്, അമിതമായിട്ടുള്ള ഒരു തിരക്ക് വന്നാല് നല്ല രീതിയിലുള്ള പേഷ്യന്റ് സർവീസുകൾ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതിനെയും ഓവർകം ചെയ്ത് നല്ല നല്ല സർവീസുകൾ കൊടുക്കുക എന്നുള്ളതും അവരുടെ ഒരു ചലഞ്ചാണ്. കിട്ടിയോ പേഷ്യന്റ് സർവീസ് ചലഞ്ചസ്? ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ഇന്റേണൽ ചലഞ്ചസ്. ഇന്റേണൽ ചലഞ്ചസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹോസ്പിറ്റൽ ഉള്ളിൽ തന്നെ അവർ ഫേസ് ചെയ്യേണ്ടത് വരുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികളാണ്. അപ്പൊ ഹോസ്പിറ്റലിനുള്ളിൽ നടക്കുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ അവർ എന്തൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്യണം നോക്കിയേ. ക്വാളിറ്റി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നല്ല ഗുണനിലവാരം ഉറപ്പുവരുത്തണമെങ്കിൽ അതിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അവര് ഫേസ് ചെയ്യുന്നതായിട്ട് വരും, ഇല്ലേ? രണ്ടാമതായിട്ട് കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്. എന്താ? ചിലവ് നിയന്ത്രണം. അപ്പൊ അവിടെ ചെലവുകള് ശരി നിയന്ത്രിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? അവിടെ ചെലവ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അവര് ഫേസ് ചെയ്യേണ്ട ഒരു ചലഞ്ചുകളായിട്ട് വരാറുണ്ട്. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ബഡ്ജറ്റുകൾ തയ്യാറാക്കണം. കൃത്യമായിട്ട് അവിടെ കോസ്റ്റ് അല്ലെങ്കിൽ ചെലവുകളൊക്കെ കുറച്ച് മിനിമൈസ് ചെയ്ത് ബഡ്ജറ്റുകൾ തയ്യാറാക്കി വളരെ രീതിയിൽ എന്താണ് ചെലവുകളൊക്കെ കുറച്ച് വേണം അടുത്ത ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അത് അവരുടെ ഒരു ചലഞ്ചാണ്. ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തിക പരിമിതികൾ, അല്ലെ? സാമ്പത്തിക പരിമിതികൾ എന്താണ്? അതായത് ഫണ്ടിന്റെ അവൈലബിൾ എത്രത്തോളം ഉണ്ട്, എവിടെ നിന്നാണ് നമുക്ക് ഫണ്ടുകൾ കിട്ടുന്നത്, എത്രത്തോളം അവൈലബിൾ ആണ് എന്ന കാര്യങ്ങൾ. അപ്പൊ ആ ഒരു ഫണ്ടിന്റെ അല്ലെങ്കിൽ സാമ്പത്തികമായ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുക എന്നതും അവരൊരു ചലഞ്ച് തന്നെയാണ്. മൂന്നാമതായി പറയുന്നത് ലീഡർഷിപ്പ് മോട്ടിവേഷൻ. നേതൃത്വവും അതുപോലെ പ്രചോദനവും നൽകുക. അവിടെയുള്ള അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഓരോ ജീവനക്കാർക്കും ശരിയായ രീതിയിലുള്ള ലീഡർഷിപ്പ് നൽകുക, നേതൃത്വം നൽകുക, ശരിയായ രീതിയിൽ മോട്ടിവേഷൻസ് അല്ലെങ്കിൽ പ്രചോദനങ്ങൾ നൽകുക. ഇതെല്ലാം അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു ചലഞ്ചാണ്. നെക്സ്റ്റ് വരുന്നത് മോഡേൺ ഇൻഫർമേഷൻ സിസ്റ്റം. പുതിയതായിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജി, IT-യുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ ടെക്നോളജീസ് ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഉള്ളിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻഫർമേഷൻസുമായി ബന്ധപ്പെട്ട IT മേഖലയിലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതും ഒരു ചലഞ്ചാണ്. കോമ്പറ്റേറ്റീവ് മാർക്കറ്റിംഗ്. എന്താ? മത്സര ബുദ്ധിയുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. അപ്പൊ ഒരു കോമ്പറ്റീഷൻ ബേസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്ത് ചെയ്യുക? ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കേണ്ടതും ഈ പറയുന്ന ഒരു ഇന്റേണൽ ചലഞ്ചിൽ വരുന്നതാണ്. പവർ ക്രൈസ്. എന്താണ് പവർ ക്രൈസ്? അധികാര ആവേശം. എന്താണ് ഉദ്ദേശിച്ചത്? അവിടെ അതിനുള്ളിലുള്ള സ്റ്റാഫുകൾ തന്നെ അവർക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അവരുടെ ഓരോരുത്തരുടെയും കഴിവുകൾ മനസ്സിലാക്കി അവർക്ക് ഓരോ അധികാരങ്ങൾ നൽകണം. അല്ലാതെ വന്നാൽ എന്താ പ്രശ്നം? അങ്ങനെ നല്ല രീതിയിൽ കൃത്യമായിട്ട് അവിടെ ഓരോരുത്തർക്കും പ്ലാൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം വരിക? അവിടെയുള്ള ജീവനക്കാർക്കിടയിൽ ഒരു പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ പവർ ക്രേസ് ഓരോരുത്തരുടെയും കപ്പാസിറ്റീസ് മനസ്സിലാക്കി അവർക്ക് കൃത്യമായ അധികാരങ്ങൾ നൽകേണ്ടതും അതൊരു വെല്ലുവിളിയാണ്. മാൻ പവർ മാനേജ്മെന്റ്. എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അല്ലെ? അവിടെയുള്ള ജീവനക്കാർ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ എല്ലാവരുടെയും മൊത്തത്തിലുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുക. ടെക്നോളജി മാനേജ്മെന്റ്. പുതിയ പുതിയ ടെക്നോളജീസ് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാനേജ്മെന്റുകൾ കൃത്യമായിട്ട് ചെയ്യുക. ഫിക്സഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. എന്താണ് ഫിക്സഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? സ്ഥിരമായൊരു സംഘടന ഘടന നിലനിർത്തുക.
നടത്തുക. ഇതൊക്കെ ഇന്റേണൽ ചലഞ്ചസ് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിനുള്ളിൽ നടക്കേണ്ടതായിട്ട് വരുന്ന ചലഞ്ചുകളാണ്, അല്ലെങ്കിൽ അവർ നേരിടുന്നതായിട്ടുള്ള വെല്ലുവിളികളാണ്. ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞേ, ക്വാളിറ്റി മാനേജ്മെന്റ്, ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കണം. അതൊരു ചലഞ്ചാണ്. രണ്ടാമത്തത് കോസ്റ്റ് കണ്ടെയ്ൻമെന്റ്, ചിലവ് നിയന്ത്രിക്കുക. അതിനുവേണ്ടി കൃത്യമായ ചിലവുകൾ ചുരുക്കാൻ ആവശ്യമായ ബഡ്ജറ്റുകളൊക്കെ തയ്യാറാക്കി ചിലവ് നിയന്ത്രണം നടത്തുക. ആൻഡ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്, സാമ്പത്തിക പരിമിതികൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ ഫണ്ട് എവിടെ നിന്നാണ് അവൈലബിൾ ആവുന്നത് അതെല്ലാം കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. അത് അവരുടെ ഒരു ചലഞ്ചാണ്. അതുപോലെ ലീഡർഷിപ്പ് മോട്ടിവേഷൻ, നല്ല രീതിയിലുള്ള ലീഡർഷിപ്പ് അല്ലെങ്കിൽ നേതൃത്വങ്ങൾ നൽകേണ്ടത് ഒരു ചലഞ്ചാണ്. മോട്ടിവേഷൻ, ശരിയായ രീതിയിലുള്ള മോട്ടിവേഷൻസ് അല്ലെങ്കിൽ പ്രചോദനങ്ങളും നൽകേണ്ടതാണ്. ദെൻ മോഡേൺ ഇൻഫർമേഷൻ ടെക്നോളജി, പുതിയ പുതിയ ഇൻഫർമേഷൻ ടെക്നോളജീസ് അല്ലെങ്കിൽ IT മേഖലകളിലുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് ഒരു പുതിയൊരു ചലഞ്ചിന്റെ ഭാഗമാണ്. ദെൻ കോമ്പറ്റിറ്റീവ് മാർക്കറ്റ്, മത്സരാധിഷ്ഠിതമായ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നിലനിർത്തുക, ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുക. പവർ ക്രീസ് എന്ന് പറയുന്നത് അധികാരാവേശം. അപ്പൊ ഓരോരോ ആളുകളുടെയും കൃത്യമായ അറിവുകളും നോളജും സ്കില്ലും ഒക്കെ അനുസരിച്ച് അവർ കൃത്യമായ പവർ അല്ലെങ്കിൽ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസും എന്ത് ചെയ്യുക, അസൈൻ ചെയ്ത് നൽകുക. ദെൻ മാൻ പവർ മാനേജ്മെന്റ്, ഓരോ എംപ്ലോയീസിനെയും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ളൊരു കഴിവ് ഉണ്ടായിരിക്കണം. അത് അവരുടെ ഒരു വെല്ലുവിളിയാണ്. ദെൻ ടെക്നോളജി മാനേജ്മെന്റ്, കൃത്യമായി ടെക്നോളജീസ് എന്ത് ചെയ്യുക, നടപ്പിലാക്കുകയും അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യുകയും ചെയ്യുക. ഫിക്സഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞ സ്ഥിരമായ ഒരു സംഘടന, എന്താണ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഘടന ഉണ്ടായിരിക്കണം. അപ്പൊ അത് ഓരോ ലെവലിലുള്ള ആളുകളും ഇന്ത്യൻ ആളുകളാണ്, അവർക്ക് ഇന്ത്യൻ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണ് എന്ന രീതിയിൽ കൃത്യമായിട്ട് ഒരു സ്ഥിരമായ ഒരു ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നതും ഒരു ഇന്റേണൽ ചലഞ്ചിൽ വരുന്ന കാര്യമാണ്. ക്ലിയർ ആണോ? ഇന്റേണൽ ചലഞ്ചസ് ജസ്റ്റ് ആ ഓരോ പേരും നിങ്ങൾ മനസ്സിലാക്കണോണ്ട് അതിൽ ഉൾപ്പെടുന്നത് ഏതാണ്. ഇപ്പൊ പേഷ്യന്റ് സർവീസ് ചലഞ്ചിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതാണ്, ഇന്റേണൽ ചലഞ്ചസ് ഉൾപ്പെടുന്നത് ഏതാണ്, ഉൾപ്പെടാത്തത് ഏതാണ് എന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഒരു ചെറിയ ഭാഗം കൂടി ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അത് ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയമില്ല അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ മൺഡേ വരുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന ലോണ്ടറി ആൻഡ് ലിനൻ എന്ന് പറയുന്ന ചാപ്റ്റർ എന്തായാലും നല്ല രീതിയിൽ തന്നെ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കി തന്നെ പഠിച്ചു വരാം കേട്ടോ. ഒരിക്കലും ടീച്ചേഴ്സിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഇത് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്ന് സ്വയം വിലയിരുത്താനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ച് പഠിച്ച് നല്ല രീതിയിൽ അത് എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am.